കുംഭമേളയ്ക്ക് പോലീസിന്റെ കടും വെട്ട് മഹാമാഘ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ തടഞ്ഞ് പിണറായി സർക്കാർ അനുമതിയില്ലാതെ പരിപാടി നടത്താനാകില്ലെന്ന് പോലീസ്. വിശദാംശങ്ങളുമായി ശിവദാസ് കർമ്മനം ചേരുകയാണ്. ശിവദാസ്, ഹൈന്ദവ മേളനം, ഹിന്ദു സഭകളുടെ സംഘടനകളുടെ കുംഭമേള എല്ലാ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് പോലീസിന്റെ ഒരു ഇടപെടൽ, ആഭ്യന്തര വകുപ്പിന്റെ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്, അല്ലേ? സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഒരുക്കങ്ങൾ എത്തിയ സമയത്താണ് ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പിന്റെയും റവന്യൂ വിഭാഗത്തിന്റെയും എല്ലാം ഒരു കടുംവെട്ട് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു കുംഭമേള എന്നറിയപ്പെടുന്ന മാഘമക മഹോത്സവത്തിനാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു തടസ്സം നിൽക്കുന്നത്. അത് ഇവിടെ അനുമതി ഇല്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സംഘാടക സമിതി വിവിധ വകുപ്പുകൾക്ക് ഇത്തരത്തിൽ അനുമതിക്ക് അപേക്ഷകൾ നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണമൊക്കെ നടന്നിയത്. വിപുലമായ രീതിയിൽ തന്നെയായിരുന്നു ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. അതോടൊപ്പം തന്നെ ഈ വിപുലമായ രീതിയിൽ തന്നെ ഈ പരിപാടി സംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു തുടർ നടപടികളൊക്കെ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രമുഖ സന്യാസിമാരടക്കം ഈ പരിപാടിക്ക് ചടങ്ങിനായി എത്തുന്നുണ്ട്. കേരളത്തിന് പുറത്തു നിന്നുള്ള നിരവധി സന്യാസിമാർ ഈ ചടങ്ങിനായി എത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ അടക്കം ഈ ചടങ്ങിന് എത്തുന്നുണ്ട്. ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയായിരുന്നു മാഘമക മഹോത്സവം നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് കേരളത്തിലെ കുംഭമേള എന്നറിയപ്പെടുന്ന ഒരു നദി ഉത്സവം കൂടിയാണ് മാഘമക മഹോത്സവം. അത് തിരുനാവായ ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്സവം കൂടിയാണ്. നദിയെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന ചടങ്ങുകൾ. വ്യത്യസ്ത ദിനങ്ങളിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്ത പൂജകൾ ഉണ്ടാകുന്നുണ്ട്. നിവാ ആരതിയും നിവാ സ്നാനവും എല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഇത് പരശുരാമൻ തന്നെ ഇത്തരത്തിൽ നിവാ ആരതിയും നടത്തണം, എല്ലാ വർഷവും നടത്തണം എന്ന്. ശിവദാസ്, ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് എന്തുകൊണ്ട് പോലീസ് ഈ പരിപാടി തടഞ്ഞു? എന്ത് ന്യായീകരണം, എന്ത് വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നൽകുന്നത്? പോലീസ് നിലവിൽ ഇപ്പോൾ പറയുന്നത് അനുമതിയില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അവസാന ഘട്ടത്തിൽ ഇത് തടഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞിരിക്കുന്നത്, അതായത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ആ സമയങ്ങളിൽ ഒന്നും തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടലും ഒന്നും ഉണ്ടായിട്ടില്ല. ജനുവരി 18 മാഘമക മഹോത്സവം നടക്കുന്നത്. അതായത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് എന്നുള്ളത്. ഇന്ന് ജനുവരി 13 ആയിരിക്കുന്നു. അപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനിടയിലാണ് ഈ ഒരു അവസാന ഘട്ടത്തിൽ ഒരുക്കങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ പോലീസ് ഇവിടെ സ്ഥലത്ത് എത്തി തിരുനാവായ സംഭവം നടക്കുന്ന ഈ ഭാരതപ്പുഴയുടെ ഈ ഉത്സവം നടക്കുന്ന ഈ സ്ഥലത്തെത്തി പോലീസ് അത് അനുമതി ഇല്ലാതെ ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്. കൃത്യമായി തന്നെ ഇതിന് പിന്നീടുള്ള ഗൂഢാലോചന വ്യക്തമാക്കാൻ നമുക്കറിയാം. മറ്റൊരു ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിനെതിരെ പല കോണുകളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ അടക്കം അത്തരത്തിലുള്ള ഒരു പ്രചാരണങ്ങൾ ഉണ്ട്. അതിന്റെ കൂടി ഒരു ഇടപെടൽ എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു ഹൈന്ദവ സംസ്കാരത്തിന്റെ ഒരു കൂട്ടായ്മയുടെ ഭാഗം കൂടിയായിട്ടാണ് ഇത്തരത്തിൽ ഭാരതപ്പുഴയുടെ തീരമുകുന്ന ക്ഷേത്രത്തിന് സമീപത്തായി ഇത്തരത്തിൽ ഒരു ഭാരതപ്പുഴയുടെ ഉത്സവമായ മാഘമക മഹോത്സവം സംഘടിപ്പിക്കാനുള്ള ഒരു ഒരുക്കങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ പൂർത്തിയായിരുന്നത്. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരുന്നത്. ഒരു സാംസ്കാരിക പാരമ്പര്യവും സാംസ്കാരികമായ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും ഉയർത്തിയിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പിണറായി സർക്കാരിന്റെ പോലീസ് ഇത് തടഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കുംഭമേളയ്ക്ക് പോലീസിന്റെ കടുംവെട്ട് മഹാമാഘ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ തടഞ്ഞിരിക്കുകയാണ് പിണറായി സർക്കാർ അനുമതിയില്ലാതെ പരിപാടി നടത്താനാകില്ലെന്നാണ് പോലീസിന്റെ ഒരു വിശദീകരണം. ശിവദാസ് കർമ്മനുമാണ് വിശദാംശങ്ങൾ നൽകിയത്.